വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം കൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം കണ്ടാലൊരു കോലം ഇടിവെട്ടി തിളങ്ങണ നേരം ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ അയ്യോ വെറും പാവം ഇവൻ MIT മൂസ ഇവൻ MIT മൂസ ഇവൻ MIT മൂസ വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം പൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം അരവയർ നിറക്കാൻ കുടുകുടു ശകടം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല ഒരു മുഴനാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതപ്പം അതിശയൻ MIT മൂസ ഇവൻ MIT മൂസ 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 ഹലോ ഇവിടെ ആരുമില്ലേ? ഹലോ MIT മൂസ തയ്യിൽ പറമ്പിൽ വീട് വേങ്ങേരി പോസ്റ്റ് കോഴിക്കോട് ജില്ല കറക്റ്റ് അല്ലേ? അല്ല നിങ്ങൾ പുതിയ പോസ്റ്റ്മാനാ? നമ്മൾ ഇവിടെ എവിടെയും കണ്ടില്ലേലോ? ഞാൻ പോസ്റ്റ്മാൻ അല്ല, സമൻസ് ആയിട്ട് വന്നതാ. സൈമൺസോ? എന്തേതാ സാനോ നമ്മൾ ഇതുവരെ കേട്ടില്ലേലോ? മൂസേനെ വിളിക്കേ, മൂസക്കുള്ളതാ. മൂസക്കായി ഇവിടെ ഇല്ല, മീൻ വിൽക്കാൻ പോയതാ. ഞമ്മക്ക് തന്നോളി, ഞാൻ കൊടുത്തോളാം. ഇത് പെണ്ണുങ്ങൾക്ക് സമൻസ് കൊടുക്കാൻ പാടില്ല. ഈ സമൻസ് എന്ന് പറഞ്ഞ സാനോ പെണ്ണുങ്ങൾ പിടിച്ചാ പൊട്ടി തെറിക്കോ? അതെനിക്കറിയില്ല, അതാണ് വകുപ്പ്. ഇത് മൂസക്കുള്ളതാണ്. അത് ശരി. അല്ല നല്ല ഒത്ത വണ്ണോ എടുപ്പും വെടുപ്പും ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾ ശരിക്കുള്ള പണി എന്തേത്താ? ഞാൻ CPO. ഐസ് നിങ്ങൾ എന്നീസിലല്ല, അവിടെ മൂസക്കായിക്കുണ്ട് MIT മൂസാന്ന്. നിങ്ങളെ പണി എന്തേത്താന്നാ ചോദിച്ചത്? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, CPO, അതായത് സിവിൽ പോലീസ് ഓഫീസർ. ഇത് മൂസക്കുള്ള സമൻസാ. 7-ാം തീയതി കോഴിക്കോട് കോടതിയിൽ ഹാജരാവാനുള്ള അറിയിപ്പാ. മനസ്സിലായോ? കോടതിയിൽ ഹാജരാനോ മൂസക്കായോ? അതെ. നിങ്ങക്ക് ആള് മാറിപ്പോയതാട്ടോ. ഞമ്മളെ മൂസക്കായി ഇതുവരെ ഒരു തെറ്റും ചെയ്തില്ല. നാളെ ചെയ്യോന്ന് ഞമ്മക്ക് അറിഞ്ഞൂടാ. അല്ല മീൻ വെക്കണ ഒരു തെറ്റാണോ പോലീസുകാരാ? അതൊക്കെ അങ്ങ് കോടതി പറഞ്ഞാ മതി. അല്ല നിങ്ങൾ ആ കടലാസിൽ എന്തേത്താ എഴുതിയൊന്നൊന്ന് വായിക്കി. ഞമ്മക്ക് അറിയണല്ലോ മൂസക്കായി എന്തേത്താ ചെയ്തതെന്ന്. വായിക്കാനും അറിഞ്ഞൂടെ? ഇത് കേസ് അണ്ടർ സെക്ഷൻ 278 IPC ആണ്. അതായത് പരസ്യമായി പൊതുസ്ഥലത്ത് പുകവലിച്ചതിനുള്ള കേസ്. കോടതിയിൽ കാശ് കെട്ടി വെക്കേണ്ടി വരും. മൂസക്കായി ബീഡി വലിച്ചെന്ന് ഇന്നേ വരെ മൂപ്പര് വലിക്കണേ ഞമ്മള് കണ്ടിയില്ല. നിങ്ങൾക്ക് ആളെ മാറിപ്പോയതായിട്ടോ. നിങ്ങൾ കാണാത്ത ഞങ്ങളെ കുറ്റല്ല, കയ്യോടെ പിടിക്കുകയും ചെയ്ത്. അതിന് രേഖയുണ്ട്. നമ്മളിത് വിശ്വസിക്കൂല. നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിലും കേസുണ്ട്, അത് അറിയിക്കാനാ ഞാൻ വന്നത്. പോലീസ് പിടിച്ചപ്പോ വാങ്ങിച്ച അഡ്രസ് അത്. കോടതിയിൽ ഹാജരായില്ലെങ്കിലേ വാറണ്ട് ഉണ്ടാവും, പിന്നെ ജയിലിൽ കിടക്കേണ്ടി വരും. മൂസക്കായെ നിങ്ങൾ വലിയ തുടങ്ങിയില്ലേ? വേറെ എന്തും നമ്മൾ സഹിക്കൂ. അതിന്റെ നാറ്റം നമ്മൾക്കൊണ്ട് സഹിക്കാനാകിയല്ല. ഞാൻ മൂസ വന്നിട്ട് വരാം. മുങ്ങി നടക്കണ്ട, അത് മൂസനോട് പറഞ്ഞേക്ക്. മൂസക്കായെ നിങ്ങൾ ഇങ്ങോട്ട് വരിട്ടോ, നിങ്ങളെ ഞമ്മള് കാണിച്ചു തരാം. നിങ്ങളൊന്ന് സമാധാനിക്ക്. അന്നപ്പോ ഇതുവരെ വലിച്ച പുക മുഴുമേ ഉള്ള തന്നെ കാണൂലേ? അതെങ്ങനാ റിസ്വാനെ ഞമ്മള് കളിയാ? അതിന്റെ നാട്ടാലോചിക്കുമ്പോ ഓക്കാനിക്കാൻ വരുന്നേ. അതിന്റെ നാട്ടില്ല ഉമ്മ പ്രശ്നം. സിഗരറ്റ് വലിച്ച ക്യാൻസർ വരും.
ക്യാൻസർ വന്നാ പിന്നെ ആളെ കാര്യം പറയും വേണ്ട. പിന്നെ സിഗരറ്റിനൊക്കെ ഭയങ്കര പൈസ വെച്ചേ. ആണോ? ഗോൾഡിന് 6 റുപ്യ, കിങ്ങിന് 9, വിൽസിന് 7, ലൈറ്റ്സിന് 10 റുപ്യാണ്. ഈ മീൻ വെക്കുന്ന പൈസ എല്ലാം സിഗരറ്റ് വാങ്ങാനല്ലേ തികയൂ? നമ്മളെ കാര്യം ഗോവിന്ദയാണ്. അല്ല റിസ്വാനെ, എനക്കങ്ങനെ ഇതിന്റെ വില ഒക്കെ കൃത്യമായിട്ട് അറിയാം. നമ്മളെ സ്കൂളില് ആന്റി ഡ്രഗ്സ് സ്ക്വാഡ് ഉണ്ട്. നമ്മള് പുകവലിക്കെതിരെ പ്രവർത്തിക്കുന്ന ആളാണല്ലോ, അപ്പൊ എന്റെ പൈസ കയറണ്ടേ? നാട്ടുകാരെ നന്നാക്കാൻ പോണേന് മുമ്പ് ഈ എന്റെ ഉപ്പനെ നന്നാക്കാൻ നോക്ക്. അല്ലോ ഉപ്പ വരി കുത്തിരിക്കി കുത്തിരിക്കി. അല്ല താത്ത അളിയനെത്തിയോ? ഇല്ല വന്നിയില്ല. അപ്പൊ ഉച്ചക്കത്തെ വലിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരിക. എന്നോട് നമ്മൾ പറഞ്ഞില്ലേ സുക്കൂറെ, ഉപ്പച്ചനോട് പറയരുതേ നീ. ഉപ്പക്ക് വിഷമാവൂലേ? ഇതൊക്കെ മറച്ചു വെച്ചിട്ട് എന്ത് കാര്യത്താത്ത? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും അവസാനം വീട്ടുകാരറിയാം. നാട്ടിൽ മുഴുവൻ പാട്ടായിരിക്കും. എന്തായാലും ഉപ്പ 1-2 ദിവസം ഇവിടെ നിൽക്കട്ടെ. അല്ല സുക്കൂറെ, മൂസക്കായി വലിക്കണേന് ഉപ്പ എന്തിനാ ഇവിടെ നിക്കണേ? ഇതൊക്കെ ഒരു ചെറിയ കൗൺസിലിങ്ങിലൂടെ നമുക്ക് നിർത്തിക്കത്താ. പിന്നെ ഉപദേശിക്കാൻ നമ്മൾ ഉപ്പാനെ കഴിച്ചിട്ടേ വേറെ ആളുള്ളൂ. മോളെ ഈ ഒന്നുകൊണ്ട് പേടിക്കണ്ട, മൂസാന്റെ വലി നമ്മൾ നിർത്തും. ആ ഇത്താത്ത, അളിയനോട് ഞാൻ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ പോയിട്ട് പിന്നെ വരാം. എല്ലാ കാര്യങ്ങളും ദാ ഞാൻ ഉപ്പനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ശുക്കൂറെ, നീ ഇനി എപ്പഴാ വരിക? ഞാനേ അളിയന്റെ വലി മൊത്തത്തിൽ നിർത്തിട്ടേ വരുള്ളൂ. അതുവരെ ഉപ്പ അവിടെ നിന്നോ. താത്ത, വേറൊരു കാര്യമുണ്ട്. ഉപ്പക്ക് ഈ അടുത്തായിട്ട് വലി കുറച്ച് കൂടിയിട്ടുണ്ട്. അതൊന്ന് നോക്കണേ. അത് ശരി, മൂസക്കായിന്റെ വലി നിർത്താൻ വന്ന ഉപ്പക്കും വലി ഉണ്ടോ? പിന്നെ ഓല് തമ്മിൽ കമ്പനി ആവൂലേ? ആ വലിയല്ല, ആസ്മ വലിവ്. ഒരാൾക്ക് ബീഡി വലി, മറ്റേ ആൾക്ക് ശ്വാസം വലി. അതിന്റെ അടുക്ക് കിടത്ത് നമ്മൾ അന്ത്യശ്വാസം വലിക്കല്ലോ. പറഞ്ഞിക്കാൻ സമയമില്ല, പോട്ടെ. ഇതൊക്കെ അവിടെ നിർത്ത്. എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട വല്ലാതെ വിശക്കുന്നു മോളെ. ചുപ്പ ആകെ കൊയ്മാന്തലായി കുത്തിരിക്കാണ് വിടാ. കോഴിവടൊന്നും വേണ്ട, കോഴിവടയല്ല കൊയ്ക്കട്ട. അത് മതി. നല്ല മധുരത്തിൽ ഉണ്ടാക്കണേ മോളെ. വേവാ, ഓള് നല്ലോളാണെന്ന്. ഒട്ടിക്ക് നല്ല ഒട്ടട്ടെ. ഇനി എഴുതി ഒന്ന് വായിച്ചൂടെ? പുകയില ആരോഗ്യത്തിന് ഹാനികരം. പുകയില വിമുക്ത ഭവനം. എന്താ പോരെ മച്ചി? മതി. കാലക്ക് ഉസാറേക്കണ്. ഇവിടെ തന്നെ ഞമ്മള് കാണുന്നിടത്ത് ഒട്ടിച്ച നന്നായിക്കണ്. ഞമ്മളിതൊന്നും അറിയൂലെന്നാ മൂസക്കായി വിചാരിക്കണ്. ഇന്നു മുതൽ ഉപ്പച്ചി നമ്മള് രഹസ്യമായിട്ട് പിന്തുടരണം. ഇത് ഒട്ടിച്ചോണ്ട് മാത്രമായില്ല, സിഗരറ്റ് വലിക്കുന്നത് നശിപ്പിക്കൂടി വേണം. ഒരു കണക്കിനും വലിക്കാൻ സമ്മതിക്കരുത്. അല്ല റിസ്വാനെ, ഇപ്പച്ചി കക്കൂസ് പോയിട്ട് വലിച്ചാല് ഈ എന്ത് ചെയ്യൂ? എനിക്ക് ആടെ പിന്തുടരാൻ പറ്റുമോ? മണം പിടിച്ച് ചെല്ലാലോ. കക്കൂസിലെ മണോ? അല്ലേ, സിഗരറ്റിന്റെ മണോ. കക്കൂസിലേക്ക് പോന്ന ഉപ്പാനെ നമുക്ക് ചെക്ക് ചെയ്യാലോ. വീടിൻ തീപ്പട്ടിണ്ടോന്ന് പരിശോധിക്കണം. എങ്ങനെങ്കിലും ഒന്ന് വലി നിർത്തി കിട്ടിയാ മതിയായിരുന്നു. ചെക്കിങ് എങ്കിലും ചെക്കിങ്, മണം പിടിക്കലെങ്കിലും മൺപിടിക്കല്. മൺപിടിക്കലൊക്കെ ഇങ്ങനെ അയക്കോളണം. ഇനി ഞമ്മക്ക് ഇന്ന് മുതൽ ഞമ്മളെല്ലാരും ജാഗരൂകരായിക്കണം. ജാഗരൂകൻ. അസറപ്പ് മോനെ ബീഡി വലി, ചെറുപ്പത്തിൽ തന്നെ ഗോട്ടികളി. പുകയില ആരോഗ്യത്തിന് ഹാനികരം, പുകയില വിമുക്ത ഭവനം. അതൊക്കെ നേരാണ്. പക്ഷെ ഇതെന്തിനാ പെരയിൽ എഴുതിച്ചേ? ആരും ഉപ്പയോ? ഉപ്പയപ്പോ വന്ന്? ഞാൻ വന്നിട്ടേ 19 കൊല്ലായി. മൂസ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. നിന്റെയൊക്കെ ശ്വാസകോശം പിരിഞ്ഞാൽ അതിൽ ഒരുപാട് കറയുണ്ടാവും. അറിയോ പാത്തുവോ, നീ അലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ തുണി കഴുകിയ ബക്കറ്റ് വെള്ളം കൊണ്ട് കൊണ്ടാ കാണിച്ചു തരാം. കൊണ്ടുവരേ. ഇതുപോലെ ഉണ്ടാവും നിന്റെ ശ്വാസകോശം പിരിഞ്ഞാൽ. മൂസേ, നീ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ തുണി കഴുകിയ വെള്ളത്തിന് ഇനി ബലയും കൊടുക്കണോ? നിങ്ങളൊന്ന് ഊതാനി. എന്താ ഉപ്പക്ക് മോക്ക് നൊസായോ? ഉപ്പ ഒരു ബന്ധമില്ലാത്ത കാര്യം പറയണ്. പാത്തു മണത്ത് കളിക്കണ്. നിങ്ങളെന്താ നാരങ്ങ മണക്കണേ? നാരങ്ങ എന്നാ പിന്നെ നാരങ്ങ മണക്കൂലേ? ചാരായ മണക്ക്. അല്ല, നിങ്ങളിപ്പ എന്തിനാ നാരങ്ങ തിന്നേ? നാരങ്ങ തിന്നാൻ തോന്നി. എന്താ അങ്ങനെ തോന്നി വല്ല പ്രശ്നമുണ്ടോ? നിങ്ങളെപ്പഴാ വലി തുടങ്ങിയേ? ഞമ്മളല്ല, എന്റെ ഉപ്പയാണ് വലി തുടങ്ങി. എന്റെ ഉപ്പനെ പറഞ്ഞല്ലോ എന്റെ സ്വഭാവം മാറൂ. അങ്ങനെ പറഞ്ഞല്ലേ പാത്തു? അങ്ങോട്ട് നോക്ക്, എന്റെ ഉപ്പേതാ വലിക്കണ്. വലി കുറവാ. കഴിഞ്ഞ പ്രാവശ്യം നന്നായി വലിച്ചിന് മുമ്പ്. വാങ്ങിക്കൊടുക്ക്. ഉപ്പത് വലിച്ചുടി വേഗോ. വലിച്ചുടി. അതൊക്കെ വെച്ച് വലിച്ചൂടി.
മൂസ നമ്മളെ മോളെ എനിക്ക് കെട്ടിച്ചു തന്നത് അന്റെ സ്വത്ത് കണ്ടിട്ടല്ല, സ്വഭാവം കണ്ടിട്ടാ. അന്റെ വേണ്ടാത്ത ഈ പുതിയ ശീലമൊക്കെ ഇപ്പൊ ഉപേക്ഷിച്ചോളണം. അതൊക്കെ വലിയ തെറ്റാണ് മൂസ. നിങ്ങൾ എന്താണ് ഇപ്പൊ അറിയണത്? നമ്മളൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. അത് നിങ്ങളെ മോളെ കെട്ടിയതാ. ദാ, അന്നപ്പോ ഇവിടെ പോലീസുകാർ വന്നതോ? പോലീസോ? ആ പോലീസി ഓൻ സൈമൺസും കൊണ്ടാ വന്നേ. അത് തന്നെ, അത് തന്നെ. നിങ്ങൾ അങ്ങാടി പോയിട്ട് പരസ്യമായിട്ട് ബീഡി വലിച്ചെന്ന് പറഞ്ഞിട്ടുള്ള സൈമൺസി. അങ്ങോട്ടൊക്കെ നിങ്ങൾ കോടതിയിൽ പോയിട്ട് പൈസ കെട്ടി വെച്ചിട്ടില്ലെങ്കിലേ നിങ്ങൾ അകത്താവൊന്നും പറഞ്ഞിക്കേ. ഓൻ ആള് മാറിപ്പോയതേക്കും പാത്തുവോ? അത് വേറെ ഏതെങ്കിലും മൂസിയേക്കൂ. ഓനാളൊന്നും മാറിപ്പോയിട്ടില്ല, നിങ്ങളാണ് ആള് മാറിയത്. പണ്ടൊക്കെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളോടൊക്കെ പറയാനു. നിങ്ങൾ എപ്പോഴാ ബീഡി വലി തുടങ്ങിയത്? അത് ഞമ്മക്ക് പറയണം. റബ്ബാണ്, നമ്മളിതുവരെ ബീഡി കൈകൊണ്ട് കിട്ടില്ല. ബാക്കി നമ്മൾ ഓനോട് പറഞ്ഞോളാം. ആ സമൻസേറ്റ് വന്നില്ലേ ഓനോട്. മൂസ, ഒരു കള്ളം മറക്കാനേ 1000 കള്ളം പറയേണ്ടി വരും. അനക്ക് കീഴടങ്ങാൻ നല്ലത് മൂസ. നിങ്ങൾ ഇങ്ങോട്ട് വരും, നിങ്ങൾ ഇങ്ങോട്ടാണ് ഉപ്പച്ച് ചോദിച്ചാലും സമാധാനം പറയേ. വയറ്റുന്നൊരു വേദന ഉണ്ട്, ഞാൻ ആ ഭാരം ഒന്ന് ഇറക്കി വെച്ചാട്ടെ. അയ്യടാ, അങ്ങനെ പോകാൻ പറ്റില്ല. റിസ്വാനെ ഒന്നും കൂടെ വാ. രണ്ട് കൈ പോക്ക്. ഇതെന്താ കക്കൂസ് പോവും ചെക്കിങ്ങോ? കളിക്കല്ലേ റിസ്വാനെ, വെട്ടി തടുക്കാൻ മുട്ടി തടുക്കാൻ പറ്റൂല. അയ്യയ്യ ഗ്യാസ് പോവും. ചെക്ക് പോസ്റ്റ് തുറന്നു അതല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത്. എന്തിനാണ് ഇങ്ങനെ ഒരു മനുഷ്യർക്ക് കെട്ടിച്ച് തന്നെ? ഒന്നെങ്കിലും ഈതാറ്റ് അല്ലെങ്കിൽ ഈറ്റാ നാറ്റോ. ചെക്ക് ചെയ്യട്ടായിരുന്നു.